Okay, good morning. Okay, എല്ലാവരും എക്സാമിന് പഠിച്ചോ? എക്സാമിന് പഠിച്ചോ? യെസ്, ആണല്ലോ. യെസ്, ഓക്കെ. നമുക്ക് അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോർച്ചറി അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പോർഷനും കൂടി ഉണ്ട് ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ എക്സാം ഇടാം. ഓക്കെ, അപ്പൊ ബാലൻസ് നമുക്ക് തീർക്കാനുള്ളത് ആ ചാപ്റ്ററിന്റെ ബാലൻസ് നോക്കിയിട്ട് എക്സാം ഇടാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത് അല്ലെ. മോർച്ചറി എൻവയോൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നായിരുന്നു ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് എന്ന് നോക്കുന്നത് ഓട്ടോപ്സി ആണ്. ഓട്ടോപ്സി നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. എന്താ ഓട്ടോപ്സി എന്ന് പറഞ്ഞത്? ആൻ എക്സാമിനേഷൻ ഓഫ് ബോഡി ആഫ്റ്റർ ഡെത്ത്. മരിച്ചതിന് ശേഷം ബോഡി എന്താ പറയാ എക്സാമിനേഷൻ ചെയ്യുന്നതിനാണ് ഓട്ടോപ്സി അഥവാ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. രണ്ടും പ്രൊസീജിയർ സെയിം തന്നെയാണ്. എക്സാമിനേഷൻ ബോഡി എക്സാമിനേഷൻ ചെയ്യുന്നതിനാണ്, മരിച്ചതിന് ശേഷം ബോഡി എക്സാമിൻ ചെയ്യുന്നതിനാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഓക്കെ, ഓട്ടോപ്സി. ഓട്ടോപ്സി ലിറ്ററലി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് എ കോപ്സ്. കോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതദേഹം, മൃതദേഹം, ശവശരീരം, ഡെഡ് ബോഡി, കോപ്സ്. ഓക്കെ, autopsy literally meaning self study of a corpse is carried out for clinical as well as medico legal purposes. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു an examination of body after death. എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ ബോഡി എക്സാമിൻ ചെയ്യുന്നത്? to determine the exact കോസ് ഓഫ് ഡെത്ത്. മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആ വ്യക്തി മരിച്ചത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ ബോഡി എക്സാമിൻ ചെയ്യുന്നതിനെയാണ് ഓട്ടോപ്സി അഥവാ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓട്ടോപ്സി എന്തിനാ ക്യാരി ചെയ്യുന്നത്? ഈസ് ക്യാരിഡ് ഔട്ട് ഫോർ ക്ലിനിക്കൽ ആസ് വെൽ ആസ് മെഡിക്കോ ലീഗൽ പർപ്പസസ്. ക്ലിനിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട്. ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ചികിത്സയുമായി ബന്ധപ്പെട്ട എന്താണ് രോഗം, എന്ത് രോഗം മൂലമാണ് ആ വ്യക്തി മരിച്ചത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ, രോഗ കാരണം എന്താണ്, മരണത്തിലേക്ക് നയിച്ച ആ രോഗ കാരണമൊക്കെ എന്തൊക്കെയാണ്, ഡിസീസ് എന്താണെന്നൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഓട്ടോപ്സി നമുക്ക് എന്തിനൊക്കെ ചെയ്യാം? ക്ലിനിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യാം. ആൻഡ് ആസ് വെൽ ആസ് മെഡിക്കോ ലീഗൽ പർപ്പസ്, മെഡിക്കോ ലീഗൽ പർപ്പസ്, മെഡിക്കൽ ആസ് വെൽ ആസ് ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട്. ഇപ്പൊ മർഡർ ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറ്റകൃത്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ മെഡിക്കൽ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട് ഓട്ടോപ്സി ചെയ്യാം. അപ്പൊ ബോത്ത് ക്ലിനിക്കൽ ആസ് വെൽ ആസ് മെഡിക്കോ ലീഗൽ പർപ്പസ്, രണ്ട് കാര്യങ്ങൾക്കും ഓട്ടോപ്സി നടത്തുന്നത്. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ എക്സാമിനേഷൻ ഓഫ് ബോഡി ആഫ്റ്റർ ഡെത്ത്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ടു ഡിറ്റർമിൻ ദ എക്സാക്ട് കോസ് ഓഫ് ഡെത്ത് ആൻഡ് ദെൻ ഡിസീസ്. ഡിസീസ് എന്താണ്, മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓട്ടോപ്സി ചെയ്യുന്നത്. അത് രണ്ട് രീതിയിൽ നമ്മൾ പറഞ്ഞു. ക്ലിനിക്കൽ ഓട്ടോപ്സി ക്ലിനിക്കൽ പർപ്പസിന് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടും ഓട്ടോപ്സി ചെയ്യാം. Okay, first one നോക്കിയേ, clinical autopsy. Clinical autopsy. Clinical autopsy, loosely termed as pathological autopsy, it is also known as pathological autopsy, is carried out to diagnose the disease. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സി എന്തിനാ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പത്തോളജിക്കൽ ഓട്ടോപ്സി. പത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് അറിയപ്പെടുന്നു. ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? carried out to diagnose the disease. എന്താണ് രോഗം, ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. which has lead to the mortality when anti-mortem effort have
ഫെയിൽഡ്. അപ്പൊ നോക്കിയിട്ട് എന്തിനാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്? ടു ഡയഗ്നോസ് ദ ഡിസീസ് വിച്ച് ഹാസ് ലീഡ് ടു ദ മോർട്ടാലിറ്റി. മോർട്ടാലിറ്റി മരണം, മരണനിരക്ക് എന്നൊക്കെ പറയാം. അപ്പൊ മരണത്തിലേക്ക് നയിക്കുന്ന ആ ഡിസീസ്, രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ. when the antemortem effort have failed. അപ്പൊ മരണത്തിന് മുൻപുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ, അതായത് മരിക്കുന്നതിന് മുന്നേ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് രോഗമാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, എന്താണ് മരണത്തിന് മുൻപുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ മരണത്തിലേക്ക് നയിക്കുന്ന ആ രോഗ കാരണം, ആ ഡിസീസ് എന്താണെന്നൊക്കെ ഡയഗ്നോസ് ചെയ്യാനതിന് വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ഓക്കെ, ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ഇതെന്താ ക്ലിനിക്കൽ പർപ്പസ് ആണ്. ഒരു ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഓട്ടോപ്സി നടത്തുന്നത്, ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്. അത് പത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് അറിയപ്പെടുന്നു. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പത്തോളജിക്കൽ ഓട്ടോപ്സി. പത്തോളജിക്കൽ ഓട്ടോപ്സി എന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ഈസ് ക്യാരിഡ് ഔട്ട്. ഇതിന് വേണ്ടി ചെയ്യുന്നത് മരണത്തിന് മുന്നുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ, അത് മരിക്കുന്നതിന് മുന്നേ ആ വ്യക്തിക്ക് എന്താണെന്ന്, രോഗം ഡിസീസ് എന്താണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും മരിച്ചതിന് ശേഷം നമ്മൾ ആ മരണത്തിലേക്ക് നയിക്കുന്ന രോഗകാരണം, എന്ത് രോഗം മൂലമാണ് മരിച്ചത് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെ ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്. ഓക്കെ, ക്ലിനിക്കൽ ഓട്ടോപ്സി ഇത് നടത്തുന്നത് പത്തോളജിസ്റ്റ് ആയിരിക്കും. ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് പെർഫോംഡ് ബൈ പത്തോളജിസ്റ്റ്. ആരായിരിക്കും? പത്തോളജിസ്റ്റ് ആണ് ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്. ഓക്കെ, പത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞ ആരാ? പത്തോളജിസ്റ്റ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഡിസീസിനെ കുറിച്ചൊക്കെ. ആരാ പത്തോളജിസ്റ്റ്? ആരാണ്? ആരും ഒരു മെസ്സേജ് ചെയ്തില്ലല്ലോ. പത്തോളജി സ്റ്റഡി ഓഫ് ഡിസീസ് അല്ലേ പത്തോളജി എന്ന് പറയുന്നത്? സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് പത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഡിസീസിനെ കുറിച്ചുള്ള പഠനമാണ് പത്തോളജി എന്ന് പറഞ്ഞ. പത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ മെഡിക്കൽ ഡോക്ടർ ആണ് പത്തോളജിസ്റ്റ്. സ്പെഷ്യൽ മെഡിക്കൽ ഡോക്ടറാണ് പത്തോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നത്, ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് ആരാണ് നടത്തുന്നത്? പത്തോളജിസ്റ്റ് ആയിരിക്കും. അത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പത്തോളജിക്കൽ ഓട്ടോപ്സി എന്നറിയപ്പെടുന്നു. ക്ലിയർ ആയോ? നോക്കിയേ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്താണ് പർപ്പസ്? ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നതിന്റെ ആവശ്യകത എന്തൊക്കെയാണ്? പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ദ ഡിസീസ്. ആ ഡിസീസിന്റെ നേച്ചർ, സ്വഭാവം, ആ രോഗത്തിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനാണ്. വിച്ച് ഹാസ് ലീഡ് ടു ഡെത്ത്. ഡെത്തിലേക്ക് നയിക്കുന്ന ആ രോഗത്തിന്റെ സ്വഭാവം, എന്ത് രോഗം മൂലമാണ് ആ വ്യക്തി മരിച്ചത്, അത് കണ്ടുപിടിക്കാൻ. വെൻ ആന്റിമോർട്ടം എഫേർട്ട് അറ്റംപ്റ്റ്സ് ഹാവ് ഫെയിൽഡ്. അതായത് മരണത്തിന് മുന്നുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ പോലും മരണത്തിലേക്ക് നയിക്കുന്ന ആ രോഗ കാരണം എന്താണ്, ആ ഡിസീസിന്റെ നേച്ചർ, സ്വഭാവം എന്താണെന്നൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ദ ഡിസീസ് which has lead to death when antemortem attempts have failed. Okay, ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റഡി പത്തോളജി ഓഫ് ദ ഡിസീസ്. പത്തോളജി പഠിക്കാൻ വേണ്ടിയിട്ട്, പത്തോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡിസീസ് ആണ്. To study pathology of the disease which has lead to death. ആ ഡെത്തിന് കാരണമായിട്ടുള്ള രോഗം, ആ രോഗം എന്താണെന്നൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. Even when the diagnosis has been established prior to death. അതായത് മരണത്തിന് മുമ്പ് രോഗം നിർണയിക്കപ്പെട്ടപ്പോൾ പോലും. ഇത് രണ്ടാമത്തെ ഒരു ഓപ്ഷനാ പറയണേ. അപ്പൊ മരിക്കുന്നതിന് മുന്നേ ഓൾറെഡി ഡിസീസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും, അതാണ് മരണത്തിന് മുന്നേ ആ രോഗനിർണയം സ്ഥാപിക്കപ്പെട്ടപ്പോൾ പോലും മരണത്തിലേക്ക് നയിക്കുന്ന ആ രോഗത്തിന്റെ പത്തോളജി പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യാം. ഓക്കെ, രണ്ട് കേസാ പറയുന്നത്, രണ്ട് പർപ്പസ് അവിടെ പറയുന്നത്. ഒന്നാമത്തെ ഡിസീസിന്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്,
അതെങ്ങനെയാണ്? നമ്മൾ മരിക്കുന്നതിന് മുന്നേ നമുക്ക് ഡിസീസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ മരണത്തിലേക്ക് നയിച്ച രോഗം എന്ത് രോഗമാണെന്നൊക്കെ അതിന്റെ സ്വഭാവം ഒക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യാം. രണ്ടാമത്തെ പറഞ്ഞത് നമ്മൾ ടു സ്റ്റഡി ദ പാത്തോളജി ഓഫ് ദ ഡിസീസ് വിച്ച് ഹാസ് ലീഡ് ടു ഡെത്ത്. ഡെത്തിലേക്ക് നയിച്ച, മരണത്തിലേക്ക് നയിച്ച രോഗത്തിന്റെ പാത്തോളജി പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. വെൻ ദ ഡയഗ്നോസ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് പ്രിയർ ടു ഡെത്ത്, ആ ഡെത്തിന് മുമ്പ്, പ്രിയർ ടു ഡെത്ത് എന്ന് പറഞ്ഞാൽ മരണത്തിന് മുന്നേ രോഗനിർണയം നടത്തിയിട്ടുണ്ടെങ്കിലും, നടത്തിയപ്പോൾ പോലും അങ്ങനെ പറയാം, മരണത്തിന് മുന്നേ നമ്മളെ രോഗം എന്താണെന്ന് അറിഞ്ഞെങ്കിലും ആ മരണത്തിലേക്ക് നയിച്ച രോഗത്തിന്റെ പത്തോളജി പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ആണ്, ML ഓട്ടോപ്സി. ML ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താ? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി, ML ഓട്ടോപ്സി, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. Medical legal autopsy is executed with the aim of providing answer to the question about identity, cause of death, time of death, situation of death. രാജി ചാപ്റ്റർ 27 മോർച്ചറി സർവീസ് ആണ് നമ്മളിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മോർച്ചറി സർവീസ് ലാസ്റ്റ് ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മുടെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ടായിരുന്നു ക്ലാസ് എടുത്തത്. ഇതിപ്പോ 3ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. മോർച്ചറി സർവീസിന്റെ 3ാമത്തെ ക്ലാസ്. ഓക്കെ, ലാസ്റ്റ് ഭാഗമാണിത്, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. അപ്പൊ രണ്ടാമത്തെ അപ്പോ ക്ലിനിക്കൽ ഓട്ടോപ്സി എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചികിത്സ, രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ, രോഗത്തിന്റെ സ്വഭാവം ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാ ചെയ്യുന്നത്? ഈസ് എക്സിക്യൂട്ടഡ് വിത്ത് ദ എയിം ഓഫ് പ്രൊവൈഡിങ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. കുറച്ച് ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഏതൊക്കെയാന്ന് വെച്ചാൽ എബൌട്ട് ദ ഐഡന്റിറ്റി, വ്യക്തിത്വം, കോസ് ഓഫ് ഡെത്ത്, ഡെത്തിന്റെ കാരണം, എന്ത് മൂലമാണ് മരിച്ചത്, ഡെത്തിന്റെ കാരണം കണ്ടെത്താൻ. ഇപ്പൊ ശ്വാസം മുട്ടി മരിച്ചതാണോ, അല്ലെങ്കിൽ എന്താ പറയാ വെള്ളത്തിൽ വീണ് മരിച്ചതാണോ, അതിന്റെ കോസ് എന്താണ്, കാരണം, മരണ കാരണം എന്താണ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ടൈം ഓഫ് ഡെത്ത്, അത് ആ മരിച്ച ആ സമയം, ഇപ്പൊ എത്ര സമയമായി മരിച്ചിട്ട് എന്നൊക്കെ കണ്ടുപിടിക്കുന്നതിനാണ് ടൈം ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് കേട്ടോ. ടൈം ഓഫ് ഡെത്ത്. പിന്നെ നെക്സ്റ്റ് നോക്കിയേ, സിറ്റുവേഷൻ ഓഫ് ദ ഡെത്ത്, ആ മരിച്ച സിറ്റുവേഷൻ, ആ മരണത്തിലേക്ക് നയിച്ച സിറ്റുവേഷൻ എന്താണ്, ഡെത്തിന്റെ സിറ്റുവേഷൻ എന്താണ്. ഈ എക്സെട്ര ഈസ് ബെനിഫിറ്റിംഗ് ദ ലോ എൻഫോഴ്സിംഗ് ഏജൻസി ടു സെറ്റിൽ ദ ക്രൈം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസുകളൊക്കെ ആൻസർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതെന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡന്റിറ്റി, ആ മരിച്ച വ്യക്തിയുടെ ആ ഒരു ആളുടെ വ്യക്തിത്വം, ഐഡന്റിറ്റി തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ മരണത്തിന്റെ കോസ്, ഡെത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ, ടൈം ഓഫ് ഡെത്ത്, ആ മരിച്ച ടൈം, ഇപ്പൊ എത്ര സമയമായിട്ട് മരിച്ചിട്ടെന്നൊക്കെ നമുക്ക് ഓട്ടോപ്സി ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. മരണം നടന്നിട്ട് ഇപ്പൊ 2 മണിക്കൂറായി അല്ലെങ്കിൽ 5 മണിക്കൂറായി മരണം സംഭവിച്ചിട്ട്, അങ്ങനെ ആ ടൈം കണ്ടുപിടിക്കാൻ, ടൈം ഓഫ് ഡെത്ത്. പിന്നെ അടുത്ത സിറ്റുവേഷൻ ഓഫ് ഡെത്ത്, ഡെത്തിന്റെ ആ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നോക്കിയേ, ഈസ് ബെനിഫിറ്റിംഗ്, ഇത് ആർക്കാണ് ബെനിഫിഷ്യൽ? ദ ലോ എൻഫോഴ്സിംഗ് ഏജൻസി ടു സെറ്റിൽ ദ ക്രൈം. കുറ്റകൃത്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ മർഡർ അതൊക്കെ കണ്ടുപിടിക്കാൻ, ആരാണ് കൊന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി, ക്രൈംസുകൾ, കുറ്റകൃത്യങ്ങളൊക്കെ തീർപ്പാക്കുന്നതിന് ലോ എൻഫോഴ്സിംഗ് ഏജൻസിക്ക് ഇത് വളരെയധികം ബെനിഫിഷ്യൽ ആണ്, ഈ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി നടത്തുന്നത്. ഓക്കെ, is benefiting the law enforcing agency to settle the crime. അവര് ക്രൈം ഒക്കെ കുറ്റകൃത്യം തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലോ എൻഫോഴ്സിംഗ് ഏജൻസികൾക്കൊക്കെ ഈ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി നടത്തുന്നത് ബെനിഫിഷ്യൽ ആണ്.
ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ ഡിസീസിനെ ആണ് ഇമ്പോർട്ടന്റ്, ഡിസീസ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത്. എന്നാൽ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ലീഗൽ പർപ്പസും കൂടി, മെഡിക്കൽ ആസ് വെൽ ആസ് ലീഗൽ പർപ്പസിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ മർഡർ ഒക്കെ ആണെങ്കിൽ ഈ ML ഓട്ടോപ്സി ചെയ്യുന്നത്. അപ്പൊ നമ്മള് കാരണം എന്താണ്, അതിന്റെ സിറ്റുവേഷൻ എന്താണ്, ആ ടൈം ഓഫ് ഡെത്ത്, ആ മരിച്ചിട്ട് എത്ര സമയമാണ് എന്നൊക്കെ, അത് നമ്മൾ എന്താ പറയാ ക്രൈം സെറ്റിൽ ചെയ്യുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അറിയണമല്ലോ. ഇപ്പൊ എത്ര സമയമായിട്ട്, എവിടെയാണ്, വെള്ളത്തിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെ നമ്മൾ പറയൂലേ. അപ്പൊ അതൊക്കെ നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഓട്ടോപ്സി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പറ്റും. ശ്വാസം മുട്ടിച്ചാണോ ഇത് മറ്റത് സംഭവിച്ചത്, അങ്ങനെയൊക്കെ ഉള്ള കുറ്റകൃത്യങ്ങളൊക്കെ തെളിയിക്കാനൊക്കെ വേണ്ടിയിട്ട് ലോ എൻഫോഴ്സിംഗ് ഏജൻസിക്ക് ഈ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി വളരെയധികം ബെനിഫിഷ്യൽ ആണ്. ഇനി പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി, ML ആണ് കേട്ടോ അത്, ML ഓട്ടോപ്സി, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി, ML എന്നാണ് കേട്ടോ, ML ഓട്ടോപ്സി. പറഞ്ഞതൊക്കെ തന്നെയാ പോയിന്റ് വരുന്നത്, പോയിന്റ് ആയിട്ട് തന്നേക്കുന്നുള്ളൂ. ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്. നമുക്ക് നോക്കിയ ഡെത്തിന്റെ, മരണത്തിന്റെ കൃത്യമായിട്ടുള്ള കോസ്, കാരണവും അതുപോലെ രീതിയും കണ്ടെത്തുന്നതിന്, മരണത്തിന്റെ യഥാർത്ഥ കാരണവും രീതിയും കണ്ടെത്തുന്നതിന് ML ഓട്ടോപ്സി ഹെൽപ്പ് ചെയ്യും. ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്, മരണത്തിന്റെ യഥാർത്ഥ കാരണവും അതുപോലെ രീതി, ഏത് രീതിയിലാണ് ആ വ്യക്തി മരണപ്പെട്ടത്, അതിന്റെ കാരണം എന്താണ്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന്. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്ഡ്. ആ മരിച്ച വ്യക്തി, അതാണ് ഡിസീസ് എന്ന് പറയുന്നത്, മരിച്ച വ്യക്തിക്കാണ് ഡിസീസ് എന്ന് പറഞ്ഞത്. അപ്പൊ മരിച്ച ആളുടെ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, വ്യക്തിത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്. ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്ഡ്. ഡിസീസ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ആളിന്റെ ഐഡന്റിറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യക്തിത്വം, ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം. അടുത്തത് തേർഡ് പോയിന്റ് നോക്കിയേ, ടു ഫൈൻഡ് ഔട്ട് ടൈം സിൻസ് ദ ഡെത്ത്. അടുത്ത് നോക്കിയേ, അത് മരണം സംഭവിച്ചിട്ട് എത്ര സമയമായി എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി. ഇപ്പൊ പോസ്റ്റ്മോർട്ടം ഓട്ടോപ്സി ചെയ്യുമ്പോൾ അറിയാൻ പറ്റും, കറക്റ്റ് അറിയാൻ പറ്റും എത്ര സമയമായി മരിച്ചിട്ട്, അയാൾ മരണപ്പെട്ടിട്ട് എത്ര സമയമായിട്ടുള്ളതെന്നൊക്കെ അറിയാം. അതൊക്കെ കേസിന് ഈ നമ്മള് ക്രൈം തീർപ്പാക്കുന്നതിന് ഒരു നല്ലൊരു പോയിന്റ് ആണ്. അപ്പൊ അത് വെച്ചിട്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കേസുകളൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ML ഓട്ടോപ്സി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ മൂന്നാമത്തെ പോയിന്റിൽ പറയുന്ന എത്ര സമയമായി മരിച്ചിട്ട്, ഇതാണ് മരണം സംഭവിച്ചിട്ട് എത്ര സമയമായി എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. ഫോർത്ത് പോയിന്റ്, ടു കളക്ട് ട്രേസ് എവിഡൻസ്. തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട്. ടു കളക്ട് ദ ട്രേസ് എവിഡൻസ്, തെളിവുകൾ നമ്മൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട്. റീഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻ. കുറ്റകൃത്യം നടന്ന ആ സ്ഥലം, അതാണ് ക്രൈം സീൻ എന്ന് പറയുന്നത്. കുറ്റകൃത്യം നടന്ന ആ സ്ഥലത്തിന്റെ റീ അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ട്, പുനരാവിഷ്കരണത്തിന് വേണ്ടിയിട്ട് സഹായിക്കും. റീഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻ, കുറ്റകൃത്യം നടന്ന ആ സ്ഥലം, അതിന്റെ റീ അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുനരാവിഷ്കരണത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നോക്കണം. 5 പോയിന്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. പർപ്പസ് ഓഫ് മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി, ടു ഫൈൻഡ് ഔട്ട് ദ എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്, മരണത്തിന്റെ യഥാർത്ഥ കാരണവും രീതിയും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്ഡ്, മരിച്ച വ്യക്തിയുടെ മരിച്ച ആളുടെ ഐഡന്റിറ്റി, വ്യക്തിത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത തേർഡ് പോയിന്റിൽ, ടു ഫൈൻഡ് ഔട്ട് ടൈം സിൻസ് ദ ഡെത്ത്, മരണം സംഭവിച്ചിട്ട് എത്ര സമയമായി എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. ഫോർത്ത് പോയിന്റ്, ടു കളക്ട് ദ ട്രേസ് എവിഡൻസ്, അതിന് എവിഡൻസുകൾ, തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട്. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് റീഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻ. ക്രൈം സീൻ എന്ന് വെച്ചാൽ ആ ക്രൈം നടന്ന സ്ഥലം, അതിന്റെ പുനരാവിഷ്കരണത്തിന് വേണ്ടിയിട്ട്, ഈ അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ട് ഒക്കെ ഈ ML ഓട്ടോപ്സി ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈവൻ ദോ the procedure of both the autopsy is same. Procedure രണ്ട് ഓട്ടോപ്സിക്കും സെയിം ആയിരിക്കും. അതിന്റെ ലക്ഷ്യം മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പ്രൊസീജിയർ രണ്ടും സെയിം തന്നെയാണ്.
Even though the procedure of both the autopsy is the same, they are dissimilar in some aspects. ചില കാര്യത്തിൽ മാത്രമേ dissimilar വ്യത്യാസം വരുന്നുള്ളൂ. Usually, the clinical autopsy is performed by the pathologist. Pathologist ആണ് clinical autopsy ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ട്? ഡിസീസ് എന്താണ്? കോസ് ഓഫ് ഡിസീസ്, മരണത്തിന്റെ മരണത്തിലേക്ക് നയിച്ച രോഗകാരണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ആൻഡ് ഈസ് പെർഫോംഡ് ബൈ ദ പതോളജിസ്റ്റ്. ആരാണ് ഇത് ചെയ്യുന്നത്? പതോളജിസ്റ്റ് ആണ് ചെയ്യുന്നത്. ആൻഡ് ML ഓട്ടോപ്സി ബൈ ദ ഫോറൻസിക് എക്സ്പെർട്ട്. ML ഓട്ടോപ്സിയോ ഫോറൻസിക് എക്സ്പെർട്ടുകളാണ് അത് ചെയ്യുന്നത്. ഫോറൻസിക് എക്സ്പെർട്ടുകളാണ് ML ഓട്ടോപ്സി ചെയ്യുന്നത്. അതിന്റെ എയിം എന്താ? ലക്ഷ്യം എന്താണ്? മെഡിക്കൽ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതിന്റെ എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്, മരണത്തിന്റെ കാരണമൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ML ഓട്ടോപ്സി ചെയ്യുന്നത്. പ്രൊസീജിയർ രണ്ട് ഓട്ടോപ്സിയും, മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സിക്കും ക്ലിനിക്കൽ ഓട്ടോപ്സിക്കും പ്രൊസീജിയർ സെയിം ആണ്. ചില ഡിസിമിലാരിറ്റീസ് മാത്രമേ വരുന്നുള്ളൂ. ക്ലിനിക്കൽ ഓട്ടോപ്സി is performed by dash. ആരാ പെർഫോം ചെയ്യുന്നത്? പതോളജിസ്റ്റ്. പതോളജിസ്റ്റ് ആയിരിക്കും. എന്നാൽ ML ഓട്ടോപ്സി, മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി is performed by ഫോറൻസിക് എക്സ്പെർട്ട്. ഫോറൻസിക് വിദഗ്ധരായിരിക്കും ഈ ML ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? പതോളജിസ്റ്റ് നിങ്ങൾ നേരത്തെ എഴുതിയിട്ടുള്ളതല്ലേ? പതോളജിസ്റ്റ്, പതോളജിസ്റ്റ് ഇല്ല, അത് രണ്ടും ഒന്ന് എഴുതിക്കോട്ടോ. പതോളജിസ്റ്റും ഫോറൻസിക് എക്സ്പെർട്ടും ഒന്ന് എഴുതി വെച്ചു. കൂടി എഴുതിയിട്ട് ക്ലാസ് നമുക്ക് എക്സാം ഇടാം. പത്തോളജിസ്റ്റ്, പത്തോളജി അറിയാലോ, ദ സ്റ്റഡി ഓഫ് ഡിസീസ്. നമ്മൾ അത് എഴുതിയതാന്ന് തോന്നുന്നു. പത്തോളജി, ദ സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് പത്തോളജി എന്ന് പറയുന്നത്. പത്തോളജിസ്റ്റ്, പത്തോളജിസ്റ്റ് എഴുതിപ്പോ. എ ഡോക്ടർ, എ ഡോക്ടർ, എ ഡോക്ടർ who specialize a doctor who specialize, specialize, specialize in understanding, understanding, understanding the nature, understanding the nature and the cause of disease, nature and cause of disease, nature and cause of disease, nature and cause of disease. A doctor who specializes in understanding the nature and cause of disease, that is pathologist. Okay. Next, forensic expert. Forensic expert. Forensic expert or an expert, an expert, an expert is applying, applying, applying scientific, 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 comma, technical or medical knowledge, scientific, technical or medical knowledge to the purpose of law. Okay.
ഫോറൻസിക് എക്സ്പേർട്ട് എന്ന് പറഞ്ഞ ഒരു എക്സ്പേർട്ട് ആണ്. ആൻ എക്സ്പേർട്ട് ഈസ് അപ്ലൈയിങ് scientific SCIENTIFIC, comma technical, scientific, comma technical, or medical knowledge to the purposes of law. ടെസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം തന്നുള്ളൂ കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് എന്താ പറയണ്ടേ, ഈ ക്ലിനിക്കൽ ഓട്ടോപ്സിയും ML ഓട്ടോപ്സിയും പ്രൊസീജിയർ സെയിം ആണ്, ചില കാര്യങ്ങളിൽ മാത്രമുള്ള വ്യത്യാസം. ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞ എന്തിനാ, ആ ഡിസീസ്, ആ മരിച്ച ആള്, ആ മരണത്തിലേക്ക് നയിച്ച രോഗകാരണം, പർപ്പസ് ഓഫ് ലോ, LAW നിയമം, ഇതിപ്പോ ലീഗൽ അല്ലേ, ലീഗൽ ആയിട്ടുള്ളത്, പർപ്പസ് ഓഫ് ലോ LAW. ഓക്കെ. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സി ആരാ ചെയ്യുന്നത്, പത്തോളജിസ്റ്റാ ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്, എന്ത് രോഗം മൂലമാണ് അയാൾ മരിച്ചത്, രോഗ കാരണം ഒക്കെ എന്താണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ML ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ ഫോറൻസിക് എക്സ്പേർട്ടുകളായിരിക്കും ചെയ്യുന്നത്. അത് അവരെന്തിനു വേണ്ടിയിട്ട്, കുറ്റകൃത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട്, ആ എന്ത് കാരണം കൊണ്ടാണ് അവര് മരിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ആ ക്രൈമും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഒക്കെ വരുമ്പോഴാണ്, ക്രൈംസ് ഒക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞല്ലോ, അതിനൊക്കെ ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അവർ മരിച്ച എത്ര സമയമായി മരിച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ തെളിവുകൾ, എവിഡൻസ് കളക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, പിന്നെ മരണ കാരണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, മാനർ ഓഫ് ഡെത്ത്, എങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെ കണ്ടെത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു മെഡിക്കൽ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ML ഓട്ടോപ്സി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത്രേ ഉള്ളൂ, നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. മോർച്ചറി സർവീസ്. പിന്നെ നമ്മൾ ചെറിയൊരു പോർഷൻ മാത്രമേ നോക്കിയുള്ളൂ, ഓട്ടോപ്സി. മേഘ, എന്താ നമ്മൾ ഓട്ടോപ്സി എന്ന് പറഞ്ഞ, ഓട്ടോപ്സി എന്താ? വാട്ട് ഈസ് ഓട്ടോപ്സി? Autopsy is a medical examination of a body after death. മരിച്ചതിന് ശേഷം ബോഡി എക്സാമിൻ ചെയ്യുന്നതാണ് ഓട്ടോപ്സി ഓർ പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടം കേട്ടിട്ടില്ലേ? നമ്മുടെ ബോഡി എക്സാമിൻ ചെയ്യുന്നതാണ് ഓട്ടോപ്സി എന്ന് പറഞ്ഞത്. ഏതൊക്കെയാണ് 2 ടൈപ്പ് ഓഫ് ഓട്ടോപ്സി നമ്മൾ പറഞ്ഞല്ലോ? ക്ലിനിക്കൽ ഓട്ടോപ്സി, പിന്നെ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. ഓക്കെ, വെരി ഗുഡ്. ക്ലിനിക്കൽ ഓട്ടോപ്സി ഉണ്ട്, ML ഓട്ടോപ്സി, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ഉണ്ട്. ക്ലിനിക്കൽ ഓട്ടോപ്സി നെക്സ്റ്റ്. ദിവ്യ ഉണ്ടോ? ദിവ്യ ചന്ദ്രൻ, എന്തിനു വേണ്ടിയാ നമ്മൾ ആ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നേ? വിമിത ഉണ്ടോ? വിമിത, ആതിര ഉണ്ടോ? ഫിറോസ് ഉണ്ടോ? ഫിറോസ് എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തേക്കുന്ന ആരാ? ഹസ്ബൻഡാണ്. പേരെന്താ? ജന്നത്ത്. ഓക്കെ. എന്തിനു വേണ്ടിയാ നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നേ? ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്? ക്ലിനിക്കൽ എന്താ, എസ്റ്റാബ്ലിഷ് നേച്ചർ ഓഫ് ദി ഡിസീസ്, എന്താ മരണത്തിന്റെ കാരണം. പത്തോളജിസ്റ്റ് diagnose the disease which has led to the death or mortality. നമ്മുടെ മരണത്തിലേക്ക് നയിച്ച ആ രോഗ കാരണം
എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ഇത് പത്തോളജിസ്റ്റ് ആയിരിക്കും ഇത് നിർവഹിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കിയത് പർപ്പസ് ആണ്. പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ജ്യോതി ഉണ്ടോ? 2 പർപ്പസ് ആയിട്ടാണ് തന്നേക്കുന്നത്. ജ്യോതി ഉണ്ടോ? ജ്യോതി ഗിരി. ലയ പി ആർ. ലയ ഉണ്ടോ? ലയ. ജെനി. ജെനി അജി ഇല്ല. ജിൻസി ഉണ്ടോ? ജിൻസി. ജിൻസി നമ്മള് പർപ്പസ് ഓട്ടോപ്സിയുടെ പർപ്പസ് എന്തൊക്കെയാ? 2 ജിൻസി ഉണ്ട് അല്ലെ? അപ്പൊ ജിൻസി അനീഷ് പറയട്ടോ, എന്നിട്ട് അടുത്ത ആളെ കൊണ്ട് ഞാൻ പറയിക്കാം. ഓക്കെ, പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി എന്തൊക്കെയാ? Nature of disease which has led to death when antemortem attempts have failed. എന്താ ഉദ്ദേശിക്കുന്നത്? ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പർപ്പസ് എന്താ? The nature എന്താ പറഞ്ഞത്? മരണത്തിന് മുന്നേ നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് മരിച്ചത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മള് മരണത്തിലേക്ക് നയിച്ച ആ രോഗകാരണം, അതിന്റെ നേച്ചർ, ഡിസീസിന്റെ നേച്ചർ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. കിട്ടിയോ? ഒന്നുകൂടെ നോക്കിയ പോയിന്റ്. ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ദ ഡിസീസ് വിച്ച് ഹാസ് ലീഡ് ടു ഡെത്ത് വെൻ ആന്റിമോർട്ടം അറ്റംപ്റ്റ്സ് ഹാവ് ഫെയിൽഡ്. എന്താ പറഞ്ഞേക്കുന്നത്? മരണത്തിന് മുമ്പുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ പോലും കണ്ടോ, അതാണ് ആ ഒരു വേർഡ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിന് മുന്നേ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല എന്ത് രോഗമാണെന്നുള്ളത് മനസ്സിലായില്ലെങ്കിൽ പോലും മരണത്തിലേക്ക് നയിച്ച ആ ഡിസീസിന്റെ നേച്ചർ, സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ക്ലിയർ ആയോ ജിൻസിക്ക്? ക്ലിയർ ആയോ? ഓക്കെ ജിൻസി. ഓക്കെ, എന്നാ അടുത്ത ജിൻസി പറഞ്ഞ. ജിൻസി കുക്കു ഉണ്ടല്ലോ. ഓക്കെ, to study pathology of the disease which has led to death even when the diagnosis has been established prior to death. നമ്മുടെ മരണത്തിലേക്ക് നയിച്ച കാരണം മരണത്തിന് മുമ്പ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇത് രണ്ടാമത്തെ കേസിൽ പറഞ്ഞേക്കുന്ന പ്രയർ ടു ഡെത്ത്, മരണത്തിന് മുമ്പ് രോഗനിർണയം സ്ഥാപിക്കപ്പെട്ടപ്പോൾ പോലും. രണ്ടാമത്തെ കേസിൽ എന്താ പറയണേ? മരണത്തിന് മുന്നേ ഓൾറെഡി നമ്മൾ ആ ഡിസീസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തു എങ്കിൽ പോലും മരണത്തിലേക്ക് നയിച്ച രോഗത്തിന്റെ പതോളജി പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് രണ്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കട്ടോ. ഫസ്റ്റത്തേല് നമ്മൾ എന്താ പറഞ്ഞത്? മരണത്തിന് മുന്നേ നമുക്ക് രോഗം എന്താണെന്ന് ശരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും മരണത്തിലേക്ക് നയിക്കുന്ന രോഗത്തിന്റെ സ്വഭാവം എന്താണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തേന് പറഞ്ഞിരിക്കുന്നത് എന്താ? നമുക്ക് മരണത്തിന് മുമ്പ് രോഗം നിർണയിക്കപ്പെട്ടപ്പോൾ പോലും, മരണത്തിന് മുന്നേ നമ്മൾ ഓൾറെഡി ഡിസീസ് എന്താണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്തു എങ്കിൽ പോലും ആ രോഗത്തിന്റെ പതോളജി പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? രണ്ടും ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആയോ? എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ആയില്ല എന്ന് പറ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആയെന്ന് പറ. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും. ഇനി നോക്കട്ടെ, ആർക്കെങ്കിലും അത് രണ്ട് ക്ലിയർ ആവാത്തുണ്ടോ? മിസ്സേ, ഞാൻ കുറച്ച് നേരം വൈകിട്ട് കേറിയത്, അപ്പൊ അത് ഒന്ന് പറഞ്ഞു തരുമോ? ഒരു പ്രാവശ്യം കൂടി പറയണം. ഓക്കെ, ഒന്ന് നോക്കിയേ. നമ്മളെ പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പർപ്പസ് എന്താന്നാ പറയുന്നത്. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സി എന്തിനു വേണ്ടി ചെയ്യുന്നേ? നമ്മുടെ ഡിസീസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ആ മരിച്ചത്, അപ്പൊ നമ്മൾ ഈ ഓട്ടോപ്സി, ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് നമുക്ക് രോഗം മാത്രം, മരിച്ചതിന്റെ എന്ത് രോഗം മൂലമാണ് ആ വ്യക്തി മരണപ്പെടാൻ ഇടയായിട്ടുള്ള രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ടു ഡയഗ്നോസ് ദ ഡിസീസ് വിച്ച് ലീഡ്സ് ടു ദ ഡെത്ത്. ഡെത്തിലേക്ക് നയിക്കുന്ന മരണ കാരണം, മരണത്തിന്റെ
ഡിസീസ് എടുത്ത് പറയണം. ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് നയിച്ച ആ ഡിസീസ്, രോഗം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓട്ടോപ്സിയാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് എന്താണ്, നമ്മൾ ഡിസീസ് ആണ് അവിടെ കണ്ടുപിടിക്കുന്നത്. ഏത് രോഗം, ടു ഡയഗ്നോസ് ദ ഡിസീസ്, ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടി, ടു ഡയഗ്നോസ് ദ ഡിസീസ് വിച്ച് ഹാസ് ലെഡ് ടു ഡെത്ത്, മരണത്തിലേക്ക് നയിച്ച ആ രോഗം ഏതാണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. അത് ക്ലിയർ ആവാത്തവരൊന്ന് മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചോ. ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താ പറഞ്ഞത്, നമ്മുടെ ഡിസീസ് എന്താണെന്ന് നിർണ്ണയിക്കുന്ന, രോഗം എന്താണ്, മരണത്തിലേക്ക് നയിച്ച രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന ഓട്ടോപ്സിയാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നോട്ട് ചെയ്തോ? ഓക്കെ. To diagnose the disease which has led to death, മരണത്തിലേക്ക് നയിച്ച രോഗം, ഡിസീസ് എന്താണെന്ന് നിർണ്ണയിക്കുന്നതിന് വേണ്ടി. ക്ലിയർ ആയി? ഇനി അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത് ഒന്നുകൂടി നോക്കിയേ. ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ദ ഡിസീസ് വിച്ച് ഹാസ് ലീഡ് ടു ഡെത്ത്. ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ദ ഡിസീസ്, ആ നേച്ചർ, സ്വഭാവം, രോഗത്തിന്റെ സ്വഭാവം എന്താണ്, മരണത്തിലേക്ക് നയിച്ച രോഗത്തിന്റെ നേച്ചർ എന്താണ്, അല്ലെങ്കിൽ രോഗം എന്താണെന്ന് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് ആ ഒരു പോയിന്റ് പറഞ്ഞേക്കുന്നതിന് വെൻ ആന്റിമോർട്ടം അറ്റംപ്റ്റ് ഹൗ ഫെയിൽഡ്. അപ്പൊ എന്താ, മരണത്തിന് മുന്നേ ആ മരണത്തിന് മുമ്പുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ പോലും, അതായത് എന്താ, മരണത്തിന് മുന്നേ നമുക്ക് അത് ശരിക്കും ഡിസീസ് ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അതാണ് മരണത്തിന് മുന്നുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ പോലും മരണത്തിലേക്ക് നയിച്ച രോഗത്തിന്റെ സ്വഭാവം, നേച്ചർ എന്താണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ അതെല്ലാവർക്കും? ഓക്കെ. മരണത്തിന് മുമ്പുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ പോലും, അതായത് മരിക്കുന്നതിന് മുന്നേ നമുക്ക് ശരിക്കും ആ രോഗം ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അങ്ങനെ കേസുകൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞപ്പോ എന്ത് രോഗമാണെന്ന് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിലായിരിക്കും, നമുക്ക് മരിച്ചു കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് ആ വ്യക്തിക്ക് എന്താണ് അസുഖം എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. മരിച്ചതിന് ശേഷം രോഗം ഏതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ ഐഡന്റിഫൈ ചെയ്യുന്ന കേസുകളും ഉണ്ട്. അതാണ് ഒന്നാമത്തെ പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ നിങ്ങക്ക്? ഓക്കെ അല്ലേ? ഫസ്റ്റ് പോയിന്റ്, മരണത്തിന് മുൻപുള്ള ശ്രമങ്ങള് പരാജയപ്പെട്ടപ്പോൾ പോലും മരണത്തിലേക്ക് നയിക്കുന്ന രോഗകാരണം അല്ലെങ്കിൽ നേച്ചർ, രോഗത്തിന്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിയേ. ടു സ്റ്റഡി ദ പതോളജി ഓഫ് ദ ഡിസീസ് വിച്ച് ഹാസ് ലീഡ് ടു ഡെത്ത് even when the diagnosis has been established prior to death. മരണത്തിന് മുന്നേ രോഗനിർണയം സ്ഥാപിക്കപ്പെട്ടപ്പോൾ പോലും. ഓക്കെ, മരണത്തിന് മുന്നേ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി ഏത് രോഗമാണെന്ന് മനസ്സിലാക്കി. അതിനുശേഷം രോഗം ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ആ ഒരു വ്യക്തി മരിച്ചു, അങ്ങനെ വിചാരിക്കുക. അപ്പോ മരണത്തിന് മുമ്പ് രോഗനിർണയം സ്ഥാപിക്കപ്പെട്ടപ്പോൾ പോലും ഇനി ആ ഡിസീസിന്റെ പതോളജി പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ഡിസീസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ചെയ്യാം? ഓട്ടോപ്സി ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ കേസിൽ ഇതാ പറയുന്നത്, മരണത്തിന് മുന്നേ രോഗനിർണയം സ്ഥാപിക്കപ്പെട്ടപ്പോൾ പോലും മരണത്തിലേക്ക് നയിച്ച ആ ഡിസീസിന്റെ പതോളജി പഠിക്കുന്നതിന് വേണ്ടി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ നിങ്ങക്ക്? ഓക്കെ, എല്ലാവർക്കും ഓക്കെ. ഇനി അങ്ങനെ 2 പർപ്പസ് ആണ് ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പറയുന്നത്. ഇനി സെക്കൻഡ് ആണ് നമ്മൾ പറഞ്ഞ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. ഓക്കെ, മഞ്ജു ജോസഫ്, എന്താ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി അല്ലെങ്കിൽ ML ഓട്ടോപ്സി എന്ന് പറയുന്നേ? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ഓർ ML ഓട്ടോപ്സി? മഞ്ജു ഉണ്ടോ? മഞ്ജു, ഡെത്തിന്റെ കൂടുതൽ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് ഡെത്ത് ആയത്? To identify the establish the identify of the disease,
ഡിസീസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്താ ഡിസീസ് ഡിസീസ് ഇല്ല, എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി അത് ഡിസീസിന്റെ ഉദ്ദേശം ഐഡന്റിറ്റി ഓഫ് ദി അവിടെ നമ്മൾ പറയുന്നുണ്ടല്ലോ, എയിം ഓഫ് പ്രൊവൈഡിങ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഏതൊക്കെ, ഐഡന്റിറ്റി, ആ മരിച്ച ആളുടെ വ്യക്തിത്വം എന്താണ്, അതിന്റെ കോസ് ഓഫ് ഡെത്ത്, മരണത്തിന്റെ കാരണം എന്താണ്, ടൈം ഓഫ് ഡെത്ത്, മരിച്ചിട്ട് എത്ര സമയമായി, അതിന്റെ ടൈം കണ്ടുപിടിക്കാൻ, മരിച്ച സമയം, അതായത് മരിച്ചിട്ട് എത്ര സമയം പറയാം, നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അറിയാൻ പറ്റും, മരിച്ചപ്പോ 10 മണിക്കൂറായി, അല്ലെങ്കിൽ ഒരു ദിവസം എത്തിയ ബോഡിയാണ് 1 ദിവസമായി, 12 മണിക്കൂറായി എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതിന്റെ ടൈം കണ്ടുപിടിക്കുന്നതിന് പിന്നെ അടുത്ത സിറ്റുവേഷൻ, ഏതാണ് ആ സിറ്റുവേഷൻ, സിറ്റുവേഷൻ ഓഫ് ഡെത്ത്, ഡെത്തിന്റെ സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന പോസ്റ്റ്മോർട്ടം ആണ് അല്ലെങ്കിൽ ഓട്ടോപ്സി ആണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഇത് ആർക്ക് ബെനിഫിഷ്യൽ ആണെന്ന് പറഞ്ഞേ, ക്രൈം ഒക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലോ എൻഫോഴ്സിംഗ് ഏജൻസികൾക്ക് ഇത് ബെനിഫിഷ്യൽ ആണ്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയോ? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. ഓക്കെ, എക്സാം ഉണ്ട്, 12-17 ഓക്കെ, ഇതൊന്ന് കഴിഞ്ഞല്ലോ ചാപ്റ്റർ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇന്ന് സമയത്തേക്ക് നാളെയാണെങ്കിലും ഇടാം. ഓക്കെ, നാളെ മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ക്ലാസ്. നിർമ്മല ടീച്ചറിന് വലിയ പനിയൊക്കെയാണ്, അപ്പൊ അതുകൊണ്ട് ടീച്ചർ ചിലപ്പോ നാളെ നിങ്ങൾക്ക് നിർമ്മല ടീച്ചറിന്റെ ക്ലാസ് ഉണ്ടോ? നിർമ്മല ടീച്ചറിന്റെ ക്ലാസ് ഉണ്ടോ? ഉണ്ട്, നാളെ ഉള്ള ദിവസമാണ്. നാളെ ട്യൂസ്ഡേ, നാളെ ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനായിരിക്കും കയറുന്നത്. എന്തായാലും നാളത്തേക്കാണെങ്കിലും നിങ്ങൾ എക്സാമിന് റെഡി ആയിക്കോളാം കേട്ടോ. ഇനി നാളെ ഞാൻ പെട്ടെന്ന് കയറി മിസ് ചെയ്ത് നാളെ ക്ലാസ് ഇല്ലാന്ന് പറയരുത്. നാളെ 6-ലായിരിക്കും ക്ലാസ്, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോ കയറും ഞാനും. ഓക്കെ, അപ്പൊ നാളെ ആണെങ്കിലും മറ്റന്നാളാണെങ്കിലും 2 ദിവസമാണെങ്കിലും ടെസ്റ്റ് പേപ്പറിന് റെഡി ആയിക്കോളാം. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പോ ML ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് അവരുടെ ഐഡന്റിറ്റി അറിയാനായിട്ട്, കോസ് ഓഫ് ഡെത്ത്, ടൈം ഓഫ് ഡെത്ത്, സിറ്റുവേഷൻ ഓഫ് ഡെത്ത്, മരണത്തിന്റെ സിറ്റുവേഷൻ ഒക്കെ കണ്ടെത്തുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ML ഓട്ടോപ്സി ചെയ്യുന്നത്. ഓക്കെ, ഇത് കുറ്റകൃത്യമൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട്, ക്രൈം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോ എൻഫോഴ്സിംഗ് ഏജൻസികൾക്കൊക്കെ ഇത് ബെനിഫിഷ്യൽ ആണ്. ഏതൊക്കെ ചാപ്റ്റർ ആണെന്നാണ് എക്സാമിന്? അപ്പൊ ഈ പറഞ്ഞ ആളെ ആരാണ് പറഞ്ഞത്? നിശ്ചയോ മെസ്സേജ് അയച്ചത് പഠിച്ചില്ലായിരുന്നോ? എക്സാമിന് 3 ചാപ്റ്റർ അല്ലേ നമ്മൾ എക്സാമിന് പറഞ്ഞത്? ഡയറ്ററി, ഡയാലിസിസ്, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി. ആരാണ് വായിക്കട്ടെ? മിയ ഉണ്ടോ? മിയ ജോണി, മിയ ഉണ്ടോ? മിയ ഇല്ല. നെഹറിൻ ഉണ്ടോ? ഉണ്ട് മാം. ഓക്കെ, ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ്, രീതിയും അതിന്റെ കാരണങ്ങളും. ഓക്കെ, വെരി ഗുഡ്. മരണത്തിന്റെ രീതിയും കാരണവും കണ്ടെത്താൻ. നെക്സ്റ്റ്, ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്, ആ ഡിസീസിന്റെ വ്യക്തിത്വം സ്ഥാപിക്കാൻ വേണ്ടി. മരിച്ച ആളുടെ വ്യക്തിത്വം സ്ഥാപിക്കുന്നത്. ഡിസീസ്ഡ് എന്ന് പറഞ്ഞാൽ മരിച്ച ആളുടെ, മരിച്ച ആ വ്യക്തി, ഡിസീസ്ഡ് പേഴ്സൺ, മരിച്ച വ്യക്തി. അപ്പൊ അവരുടെ വ്യക്തിത്വം, അതാരാണ് മരിച്ചത്, അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇപ്പൊ DNA ടെസ്റ്റുകളൊക്കെ നോക്കിയിട്ടൊക്കെ കണ്ടുപിടിക്കൂലേ? DNA നമ്മള് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി അവരുടെ DNA ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു പീസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് അവരുടെ വ്യക്തിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്ഡ്. ഓക്കെ, അടുത്തത് ടു ഫൈൻഡ് ഔട്ട് ടൈം സിൻസ് ഡെത്ത്. ടൈം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മരിച്ച ആ സമയം. അതാണ്, മരണം സംഭവിച്ചിട്ട് എത്ര സമയമായി, അതാണ് കറക്റ്റ്. മരണം സംഭവിച്ചിട്ട് എത്ര സമയമായി എന്ന് കണ്ടെത്താൻ, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഇനി 4th പോയിന്റ് ഏതാ? ടു കളക്ട് ട്രേസ് എവിഡൻസ്, തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി. തെളിവുകൾ, എവിഡൻസ് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട്. റീഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻസ്, ക്രൈം സീൻ,
റീഓർഗനൈസേഷൻ ചെയ്യാം എന്ന് വെച്ചാൽ എന്താ, കുറ്റകൃത്യം നടന്ന സ്ഥലത്തിന്റെ റീഅറേഞ്ച്മെന്റ് അല്ലെങ്കിൽ പുനരാവിഷ്കരണത്തിന് വേണ്ടിയിട്ട് ഈ ML ഓട്ടോപ്സി ചെയ്യുന്നു. ഓക്കെ, 5 പോയിന്റ്സ് ആണ്. എല്ലാവർക്കും ക്ലിയർ അല്ലേ പോയിന്റ്സ്? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് 2 ഓട്ടോപ്സിയും, ക്ലിനിക്കൽ ഓട്ടോപ്സിയും ML ഓട്ടോപ്സിയും, ബോത്ത് ഓട്ടോപ്സി ഈസ് ദ സെയിം ആണ്, പ്രൊസീജിയർ സെയിം ആണ്. എന്താ ഡിഫറൻസ് പറയുന്നേ? ആരാണ് ഇവിടെ ഇനി പറയാൻ? നിഷ ശാലിൻ, എന്താ ഡിഫറൻസ് വരുന്നേ? ഒന്നില് പത്തോളജി ആണ് ചെയ്യണത്, ക്ലിനിക്കൽ ഓട്ടോപ്സിയില്. ML ഓട്ടോപ്സിയില് ഫോറൻസിക് എക്സ്പെർട്ട് ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ മെയിൻ ആയിട്ട് എന്താ നമ്മൾ ആ ഡിഫറൻസ് പറഞ്ഞേ? ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞെങ്കിലാ മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കാരണമാണോ? എന്താ നയിച്ച രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. ഡയഗ്നോസ് ദ ഡിസീസ് അത് മറക്കരുത്. ഡയഗ്നോസ് ദ ഡിസീസ് വിച്ച് ഹാസ് ലെഡ് ടു ഡെത്തിലേക്ക് നയിച്ച രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോപ്സി ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ഇനി അത് ആരും മറക്കരുത്, ഡയഗ്നോസ് ദ ഡിസീസ്. ഓക്കെ, ഇനി ML ഓട്ടോപ്സി ആണെങ്കിലോ മരിച്ച സമയം കണ്ടെത്താനും മരിച്ച വ്യക്തിയെ കണ്ടെത്താനും കാരണം, കോസ് ഓഫ് ഡെത്ത്, മരണത്തിന്റെ കാരണം, സിറ്റുവേഷൻ ഓഫ് ഡെത്ത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ML ഓട്ടോപ്സി ചെയ്യുന്നത്. ക്ലിയർ ആയോ? ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2-3 ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, എന്നിട്ട് നാളെ നമുക്ക് ഈ ബാലൻസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ടെസ്റ്റ് പേപ്പറും നാളത്തേക്ക് ഇടാം കേട്ടോ. നാളെ നിങ്ങൾക്ക് ശരിക്കും എന്റെ പീരീഡ് ഇല്ല, ട്യൂസ്ഡേ അല്ലേ, വെനസ്ഡേ നമുക്ക് വരുന്നത്. നാളെ ഞാൻ കയറുവാണെങ്കിലും നിങ്ങൾ ടെസ്റ്റ് പേപ്പറിന് റെഡി ആയിരുന്നോളൂ. ഓക്കെ, ചാപ്റ്റർ അങ്ങ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. നോട്ട്ബുക്ക് എടുത്തോ കേട്ടോ. ഓക്കെ, എടുത്തോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോർച്ചറി സർവീസ് handles 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 mortuary service handle the dash. Mortuary service handle the dash. Mortuary service handle the dash. എന്താ മോർച്ചറി സർവീസ് ഹാൻഡിൽ ചെയ്യുന്ന അവിടെ? ഡെഡ് ബോഡീസ് അല്ലെ? പ്രിസർവേഷൻ ഓഫ് ദ ഡെഡ് ബോഡി. എഴുതിക്കോ, ആൻസർ എഴുതിക്കോ. ഹാൻഡിൽ ദ പ്രിസർവേഷൻ, PRESERVATION, preservation. First question, mortuary service handles 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 the dash. Handles the preservation, PRESERVATION, preservation of the dead body. Preservation of the dead body. Preserve ചെയ്ത് വെക്കുകയാണ്, ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഇതാണ് മോർച്ചറി സർവീസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the term morgue, MORGUE,
the term morgue is derived from the dash word. The term morgue is derived from the dash word. French word. Very good. French word. French. French word ആണ് morgue എന്ന് പറഞ്ഞത്. The term morgue is derived from the French word. Next, third question. Expand COPP. Capital letters എഴുതാം. Expand COPP. Expand COPP. കേൾക്കുന്നില്ല മാം എന്നോട് പറയൂ. എക്സ്പാൻഡ് ദി തീം. Expand COPP. COPP. Okay. Committee on plan project. Okay, very good. Committee on plan project. 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 Okay. Fourth question. The place where bodies are observed. The place where bodies are observed. The place where bodies are observed and documents examined. The place where bodies are observed and documents examined. Which place are? Reception. Okay, reception. 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 The place where bodies are observed and documents examined. Reception. Next question. The proper space needed for trolley bay is dash. The proper space needed for trolley bay is dash. 3 meter. 3 meter square. 3 m square. Like 3 meter square. Okay. Okay. Next, last question. Last question അല്ല, നമുക്ക് ബാക്കി നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ് ക്വസ്റ്റ്യനും എഴുതാം, ടെസ്റ്റ് പേപ്പർ എടുക്കാം. ഓക്കെ. ഇനി ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? In mortuary service, the trolley bay in mortuary service, the trolley bay is used for the transportation of the dash. In mortuary service, trolley bay is used for the transportation of the dash. Dead body. ഇതാണ് dead body.
ഇൻ മോർച്ചറി സർവീസ് എന്ന് പ്രത്യേകം തന്നിട്ടുണ്ട് കേട്ടോ. ഇൻ മോർച്ചറി സർവീസ് ദ ട്രോളി ബേ ഈസ് യൂസ്ഡ് ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡെഡ് ബോഡി. ഓക്കെ, 6 ക്വസ്റ്റ്യൻ നമ്മളിപ്പോ എഴുതിയിട്ടുണ്ട്. ബാലൻസ് നാളെ എഴുതാം കേട്ടോ. നാളെ ചിലപ്പോ ഞാൻ ക്ലാസ് അറേഞ്ച് ചെയ്തതിനനുസരിച്ചായിരിക്കും. ചിലപ്പോ ഞാൻ കയറും. ഇനി നാളെ ഞാൻ കയറിയിട്ട് മിസ്സിന്റെ ക്ലാസ് ഇല്ലല്ലോ എന്ന് പറയരുത്. നാളെ റെഡി ആയിരിക്കാം കേട്ടോ. നാളെയോ മറ്റന്നാളോ. അപ്പൊ നാളെ ഇല്ലെങ്കിലും മറ്റന്നാള്. ബുധനാഴ്ച ക്ലാസ് ഓൾറെഡി എനിക്കുണ്ട്. അപ്പൊ ടെസ്റ്റ് പേപ്പർ എടുക്കാം, ബാലൻസ് ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ മിസ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. Okay. Thank you, ma'am. താങ്ക് യു മാം.